ഉണ്ണികൃഷ്ണൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം. സക്കറിയ മദ്യപാനം തുടങ്ങിയില്ലേ? ഇത് ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. ഇതിവിടെ അറിയാത്തവരായിട്ട് ആരുമില്ല. മേരിയുടെ പ്രൊമോഷൻ ശരിയാക്കാൻ വേണ്ടി ഓരോരുത്തരെ വീഴ്ത്താൻ വേണ്ടിയാണ് അവൻ കമ്പനി കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രൊമോഷൻ അശ്വതിക്ക് ഏതാണ്ട് ഉറപ്പായെന്നാണ് ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് അറിഞ്ഞത്. അവളേക്കാൾ സീനിയോറിറ്റി ഉള്ള മേരി ഇവിടെ ഉള്ളപ്പോ അവള് സൂപ്രണ്ട് ആകുന്നത് മേരി എങ്ങനെ സഹിക്കും? അവളുടെ കീഴിൽ അവളുടെ ആട്ടും തൂപ്പും കേട്ട് ജോലി ചെയ്യാൻ മേരിക്ക് കഴിയുമോ? കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി മുഖം രക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മറ്റേതെങ്കിലും ബ്രാഞ്ചിലേക്ക് തൽക്കാലം ഒരു മാറ്റം മേടിക്കുക. തിരുവനന്തപുരത്തേക്കാവുമ്പോ അതിന് സൗകര്യമുണ്ട്. അല്ലാതെ സെക്രട്ടറിയാ പറയുന്നതും വിശ്വസിച്ച് പ്രമോഷൻ ഇപ്പൊ ശരിയാവും പറഞ്ഞിരുന്ന നാണം കെടാൻ പോകുന്ന മേരി ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ മേരി തീരുമാനിച്ചോ. എനിക്ക് ഇവിടെ അടുത്തൊന്ന് കയറണം. മേരി തൊഴി പോവല്ലേ? കാണാം. ഇപ്പൊ ജോലി രാജിവെക്കാൻ വേണ്ടി മാത്രം എന്താ ഉണ്ടായത്? എടി, നിന്നോടാ ചോദിച്ചത് ഈ രാജിക്കത്ത് എഴുതുന്നത് എന്തിനാണെന്ന്. ഇനിയല്ല ഞാൻ പറയണോ അല്ലേ? ഇത്രയും നാൾ അച്ഛൻ എന്തൊക്കെ നോണാളാ എന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒക്കെ സത്യ. ഒരുപാട് ആളുകളെ കൊണ്ട് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ നിനക്ക് തന്നെ കിട്ടും. അങ്ങനെ എന്നെ പറഞ്ഞു പറ്റിക്കാന്ന് ആരും വരുന്നുണ്ട. ആൾക്ക് എപ്പോ പ്രൊമോഷൻ കിട്ടുന്നോ ആ നിമിഷം ഞാൻ ജോലി രാജിവെക്കും. രാജിവെച്ചിട്ട് പിന്നെ മണ്ണ് വരുത്തുന്നോ? എന്താണേലും വരുത്തുന്നോ, അത് അച്ഛന്റെ ഇഷ്ടം. എടി, നമ്മുടെ ശരിക്കുള്ള അവസ്ഥ ഞാൻ പറയാം, എന്നിട്ട് നീ ഒന്ന് ആലോചിച്ചോ. എനിക്കൊന്നും ആലോചിക്കാനില്ല. അശ്വതി സൂപ്രണ്ടിന്റെ കീഴിൽ ജോലി ചെയ്യാൻ മേരിയെ കിട്ടില്ല. ഇതിന്റെ പേരിൽ ഇവിടുന്ന് ഒളിച്ചോടാനും ഞാൻ തയ്യാറല്ല. അതിന് നിന്നോട് ആരും ഒളിച്ചോടാനൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛായ, ഒന്നും അറിയാത്ത പോലെ നടിക്കണ്ട. ഉണ്ണികൃഷ്ണനെ വിട്ട് പറയിപ്പിച്ച എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അതിന് ഉണ്ണികൃഷ്ണൻ വിട്ട് ഞാൻ എന്ത് പറയിപ്പിച്ചെന്നാ? അങ്ങനെ ഒത്തുകളിക്കൊന്നും വേണ്ട. ഉണ്ണികൃഷ്ണനെ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കെല്ലാം മനസ്സിലായി. ഉണ്ണികൃഷ്ണ, ഇന്ന് ഞാൻ നീ വേല വെക്കാനും പാര വെക്കാനും ഒക്കെ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ മിടുക്കൻ നീ എന്റെ ഭാര്യയുടെ തറക്കണ്ട. ആണുങ്ങൾ പലതും പറയും. അതൊക്കെ കേൾക്കാൻ നിന്റെ പെണ്ണുമ്പിള്ള കുടയും തൂക്കി റോഡെ നടക്കുന്നതിന് ഓഫീസ് കഴിഞ്ഞ അവരുടെ വീട്ടിൽ വരാൻ പറയണം. രാത്രി വല്ലവന്റെ വീട്ടിൽ കയറി ഒന്ന് ഉച്ചാളി പീസ് ഇറങ്ങി പോടേ. നീ എന്നെ ഇറക്കി വിടാൻ നോക്കണ്ടടാ. മേലാൽ നീ എന്റെ ഭാര്യയോട് മിണ്ടാൻ ചെന്നെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ കുത്തി നിന്റെ കുടൽമാല പുറത്തെടുക്കും. നീനും ചിടുങ്ങണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായത് നിനക്ക് വേണ്ടിയാ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. അടി അശ്വതി, താൻ വണ്ടി വരുന്നില്ലേ? ഇല്ല, ഞാനൊരു ഓട്ടോ പിടിച്ച് വെക്കണം. തനിക്കിത് എന്ത് പറ്റി? കുറച്ച് ദിവസം ആയല്ലോ ഈ മോന്തെ വെറുപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ഇനിയിപ്പോ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ട് വേണോ അല്ലേ? അല്ലാതെ ഞാൻ എങ്ങനെ അറിയും? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും തനിക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ബാലുവെട്ട കൂടുതൽ മനസ്സിലാക്കിയതാ എന്റെ തെറ്റ്. എന്താ നീ ഇത്ര കൂടുതലായിട്ട് മനസ്സിലാക്കിയത്? തെളിച്ചു പറഞ്ഞിട്ട് പോയാ മതി. അശ്വതി, അമ്മയോ? ഏതമ്മ? എന്നെ സ്കൂളിൽ വന്ന് കാണുന്ന എന്റെ അമ്മ. ഹലോ, ഒന്ന് നിക്കണേ. അത് നിന്നോട് നിക്കാനാ പറഞ്ഞത്. നീ ആരാ? ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം? നിന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയടി, നീ ആരാടാ ചോദിച്ചത്? പിന്നെ എപ്പോ ചോദിക്കാം? നിന്നോടാ ചോദിച്ചത്. ചോദിച്ചതിന് സമാധാനം പറ. പറയാൻ അതൊക്കെ റോഡിൽ വെച്ചാണോ ചോദിക്കുന്നത്? നമുക്ക് വീട്ടിൽ വന്ന് സംസാരിച്ചാ പോരെ? വരണേ. നീ അശ്വതി, ആരോ മനഃപൂർവ്വം നമ്മളെ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ നല്ല ഗോളായിരിക്കും. ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് വിഷമിച്ചോണ്ടോ ഒരു പ്രയോജനമല്ല. ഒരു കുടുംബമാകുമ്പോ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടായെന്ന് വരും. കൊറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം.
ചെയ്തോളൂ. അറിയാതിരിക്കെ ഞാൻ ആലോചിച്ചു നോക്കിയിട്ട് ഈ പ്രശ്നത്തിന് ഒറ്റ പോംവഴിയേ ഉള്ളൂ. അശ്വതി ബാലുവിനെയും കൂട്ടി നാട്ടിലേക്ക് പോകണം. അവിടെ ആവുമ്പോ ചോദിക്കാനും പറയാനും ബാലുവിന്റെ അമ്മയുണ്ടല്ലോ. അശ്വതിയെക്കാളും പ്രായവും അനുഭവവും കൂടുതലുള്ളതുകൊണ്ട് പറയാ, നാട്ടിലെ അമ്മയോടൊപ്പം കഴിയുന്നതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. അവിടെ ചെന്നിട്ട് ബാലുവിനോട് സ്നേഹപൂർവ്വം എല്ലാം പറഞ്ഞു മനസ്സിലാക്കുക. കുറെ അധികം നമ്മൾ പെണ്ണുങ്ങൾ ക്ഷമിച്ചേ പറ്റും. ആ ക്ഷമിച്ചു കൊടുക്കലാണ് ഏതൊരു വീട്ടിലും സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നത്. മകന്റെ സമയം തെളിഞ്ഞിരിക്കുക. സകല ദൈവങ്ങളെയും മനസ്സറിഞ്ഞ് വിളിച്ചോളൂ. ദൈവമാണേലും ശരിയാ, നമ്മള് വിളിച്ചാലേ തിരിച്ചു വിളിക്കൂ. കർത്താവേ. സക്കറിയ വിടുവന്നേ. എന്താടേ? വിടുവാ. ഞാൻ ഈ സമയം എങ്ങനെയാന്ന് നോക്കായിരുന്നു. സമയം അറിയാൻ ഇയാളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇയാളുടെ കയ്യിലാണെങ്കിൽ വാച്ച് പോലും ഇല്ല. പിന്നെ സമയം തെളിഞ്ഞോ എന്നറിയാനാണെങ്കിൽ നിന്റെ സമയം തെളിഞ്ഞു. ആ ദാ, ഇത് തരാനാ ഞാൻ നിന്നെ തിരക്കി വന്നത്. കഴിച്ചോ. കിട്ടി വിളിച്ചെടുത്ത പണം മുഴുവനും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇനി ഇത് വെച്ച് എന്തെങ്കിലും ഒരു തൊഴിൽ സംഘടിപ്പിക്കാമോ? നീ എന്താ ആലോചിക്കുന്നു? അല്ല, ഇപ്പോ നിന്റെ ഗ്രൂപ്പുകാരല്ലേ ജയിച്ചിരിക്കുന്നത്? അതെ. ഇപ്പോഴത്തെ നേതാവിന് ഈ പണം കൊടുത്ത മേരിയുടെ പ്രൊമോഷൻ ശരിയായി കിട്ടും. ശരിയാക്കാൻ പറ്റും, പക്ഷെ നിനക്കെന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതല്ലേ ബുദ്ധി. അതൊന്നും വേണ്ടടാ. എങ്ങനെയെങ്കിലും മേരിയുടെ പ്രൊമോഷൻ ശരിയായി കൊടുത്തേ പറ്റൂ എനിക്ക്. അതിന് നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അല്ല സെക്രട്ടറി, നീ വന്നേ. നേതാവിനെ കണ്ട് ഇപ്പൊ തന്നെ കാശ് കൊടുത്ത് എല്ലാം ശരിയാക്കി തരണം പ്ലീസ്. അല്ല, ഞാൻ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ? നാട്ടിലേക്ക് പോണം. ബാലുവിന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. അമ്മ അവിടെ ഒറ്റയ്ക്ക. ഈ സമയത്ത് ഞങ്ങളും കൂടെ അവിടെ ഇല്ലെങ്കിൽ. കറക്റ്റ്, അതാണ് അതിന്റെ ശരി. തള്ളയും തന്തയും വയസ്സുകാലത്തെ ശുശ്രൂഷിക്കേണ്ടത് മക്കളുടെയും മരുമക്കളുടെയും കടമയാണ്. പക്ഷെ ഇക്കാലത്ത് അത് ആരും ഓർക്കാറില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ അശ്വതി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ ട്രാൻസ്ഫർ എത്രയും വേഗം ഞാൻ ശരിപ്പെടുത്തി തരാം. മാത്രമല്ല, ആ പാവ ഉണ്ണികൃഷ്ണന് ഇതൊരാശ്വാസമാവുകയും ചെയ്യും. കുറെ നേരമായല്ലോ അതോട്ട് കയറിയിട്ട്. ഇത് ഇത്ര സംസാരിക്കാൻ ഇവല്ല പ്രൊമോഷനോ മറ്റോ ശരിയായി കാണൂ. എന്താ അശ്വതി, എല്ലാം ശരിയായോ? എല്ലാം ശരിയായി. എന്താ സാറേ, പ്രൊമോഷൻ ആണോ? ആ, പ്രൊമോഷൻ ശരിയായി. ഇവിടുത്തെ പുതിയ സൂപ്രണ്ടായിട്ട് എന്നെ നിയമിക്കാൻ പോകുന്ന ഇപ്പൊ മാനേജർ സാർ പറഞ്ഞത്. അപ്പോ ഒരു ഉഗ്രൻ ചെലവ് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായും. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. Congratulations. Thank you. Congrats. Thanks. എന്താ ഇത്? എന്റെ രാജിക്കത്താണ് സർ. രാജിക്കത്ത്? അതെ, ഈ ജോലിയിൽ ഇനി തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതെ, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. നിന്റെ മുന്നിൽ ഞാൻ ജയിച്ച ദിവസം. നീ എന്താ പറഞ്ഞത്? ഞാൻ വെറും പീറ പിണ്ണാക്കാണെന്ന്, ഒന്നിനും കൊള്ളാത്തവനാണെന്ന്. ഈ സക്കറി ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വെറും പുല്ല് പോലെയല്ലേ നിന്റെ പ്രൊമോഷൻ ഞാൻ ശരിയാക്കിയത്. വേണ്ട, ഇനി അതിനെ കുറിച്ച് സംസാരിക്കണ്ട. അശ്വതിക്ക് പ്രൊമോഷൻ കിട്ടിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. പ്രൊമോഷനോ? അശ്വതിക്കോ? എടി, നാണക്കേടുകൊണ്ട് നിൽക്കാൻ മേലാഞ്ഞിട്ട് അവള് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവാൻ പോവുക. അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞു. നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? വേണ്ട, നീ വിശ്വസിക്കണ്ട. പ്രൊമോഷൻ ഓർഡർ കൈ കിട്ടുമ്പോ വിശ്വസിച്ചാ മതി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയുന്നത്. ന്യൂ ഇന്ത്യ കെമിക്കൽസിലെ പുതിയ സൂപ്രണ്ട് ഈ നിൽക്കുന്ന മേരി സക്കറി ആയിരിക്കും. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? നീ എന്താ വല്ലായിരിക്കുന്നത്? എന്ത് പറ്റി? അശ്വതിക്കാണ് പ്രൊമോഷൻ എന്ന് വിചാരിച്ച ഞാൻ ജോലി രാജിവെച്ചു. നീ എന്തായി പറയുന്നത്?